A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദത്തങ്ങളുടെ ശേഖരണം. ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദത്തങ്ങൾ ശേഖരിക്കുന്നത്, ഡാറ്റാസിൻ്റെ ശേഖരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റയെ കളക്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാഥമിക ദത്തം എന്താണ്, ദ്വിതീയ ദത്തം എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രാഥമിക ദത്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ദത്തങ്ങളാണ്. ഇപ്പോൾ പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനായിട്ട് പ്രധാനമായിട്ടും 4 മാർഗ്ഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വ്യക്തിഗതമായ അഭിമുഖ രീതി, തപാൽ മുഖേനയുള്ള ചോദ്യാവലി, ടെലിഫോണിലൂടെയുള്ള വിവരശേഖരണ രീതി, ഇൻ്റർനെറ്റ് ഓർ ഇമെയിൽ. ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. ഒന്നാമത്തേത് വ്യക്തിഗതമായുള്ള അഭിമുഖം. അപ്പോൾ അന്വേഷകൻ നേരിട്ട് ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ ഉത്തരദാതാവിനോട് ചോദിക്കുകയും കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. ഈ രീതിയാണ് വ്യക്തിഗതമായ അഭിമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സെൻസസ് എടുക്കാനായിട്ട് ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവർ ഒരു ചോദ്യാവലി അവരുടെ കയ്യിലുണ്ടാവും. ആ ചോദ്യാവലിയിലെ ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ആൻസർ പറയുന്നു. അപ്പോൾ ആ വ്യക്തി, ഇൻവെസ്റ്റിഗേറ്റർ ആരാണോ അല്ലെങ്കിൽ എന്യൂമറേറ്റർ ആരാണോ, അയാൾ നമ്മളോട് ഓരോരുത്തരോടും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ അവർ എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ദത്തങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് വ്യക്തിഗതമായ അഭിമുഖ രീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മിൽ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് ഈ രീതിയിലൂടെ സാധിക്കും. അതുവഴി ശരിയായ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, വിവരദാതാവിന് അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മിൽ നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ ഉത്തരദാതാവിൻ്റെ പ്രതികരണശേഷി വളരെയേറെ ഉയർന്നതായിരിക്കും. അതുപോലെ ചോദ്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വിവരദാതാവിൻ്റെ പ്രതികരണങ്ങളെ നേരിട്ട് കാണാനും അതൊരു അനുബന്ധ വിവരമാക്കി മാറ്റാനും ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. പക്ഷേ ഇതിന് ചില ദോഷങ്ങളുണ്ട്. കാരണം ഇത് ഒരുപാട് സമയം വേണ്ടിവരും, അതുപോലെ തന്നെ ചിലവും ഇതിന് വളരെയേറെ വേണ്ടിവരും എന്നുള്ളത് ഇതിൻ്റെ ദോഷമായിട്ട് പറയാവുന്നതാണ്. രണ്ടാമത്തെ രീതിയാണ് തപാൽ മുഖേനയുള്ള ചോദ്യാവലി. തപാൽ മുഖേനയുള്ള ചോദ്യാവലി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ചോദ്യാവലി ആർക്കാണോ നമ്മൾ അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്യുകയും തപാലിലൂടെ ഈ ചോദ്യാവലി അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തൊരു സ്ലിപ്പ് വയ്ക്കും, ഇത് ആൻസർ ചെയ്ത് തിരിച്ചയക്കുക. ഈ രീതിയിൽ ദത്തം ശേഖരിക്കുന്ന രീതിയാണ് തപാൽ മുഖേനയുള്ള ചോദ്യാവലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വ്യക്തിഗതമായ അഭിമുഖമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെയേറെ ചിലവ് കുറഞ്ഞതാണ്. അതുപോലെ തന്നെ ദൂരെയുള്ള പ്രദേശങ്ങളിലെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വളരെയേറെ എളുപ്പമായിരിക്കും. അതുപോലെ ചോദ്യം നന്നായി വായിച്ച് ഉത്തരം നൽകുന്നതിന് ധാരാളം സമയം അവർക്ക് ലഭിക്കും. അതുപോലെ അന്വേഷകൻ വിവരദാതാവിനെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല. അതുപോലെ സെൻസിറ്റീവായുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഇതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? കൃത്യസമയത്ത് ഇത് പൂരിപ്പിച്ച് കിട്ടണമെന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു തപാൽ മുഖേന ചോദ്യാവലി വന്നാൽ നമ്മൾ ആദ്യം എടുത്ത് നോക്കും. നമുക്കത് യാതൊരു ബെനിഫിറ്റും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങോട്ട് മാറ്റി വയ്ക്കും. അല്ല, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതിൻ്റെ ദോഷമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ചിലപ്പോൾ അവർ അത് പൂരിപ്പിച്ച് തിരിച്ചയച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഡാറ്റ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യാവലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിവരങ്ങൾ അപൂർണമായിരിക്കാം. അതുപോലെ തന്നെ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച രീതിയിലായിരിക്കില്ല അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം. അതുപോലെ ചില ആളുകൾക്ക് അക്ഷരജ്ഞാനം ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫില്ല് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ദോഷമാണ്. അതുപോലെ തന്നെ തപാലിലൂടെ അയക്കുന്നത് കൊണ്ട് തപാലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
നമുക്കിത് കിട്ടാനായിട്ട് വൈകുമെന്നുള്ളതും അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. ഇതൊക്കെ ഇതിൻ്റെ ദോഷമാണ്. അടുത്തതാണ് ടെലിഫോൺ മുഖേനയുള്ള വിവരശേഖരണം. അന്വേഷണം വിവരദാതാവിൽ നിന്ന് ടെലിഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് വിവരം ശേഖരിക്കുന്ന രീതിയാണ്. ഈ ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ ഓരോരുത്തരുടെയും നമ്പർ നമ്മൾ കണ്ടെത്തി അവരെ വിളിക്കുകയും അവരോട് ചോദ്യം ചോദിക്കുകയും ചെയ്യും. ഇതിന് പല ഗുണങ്ങളോട് ദോഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളോടാണ് ഒരാൾ, നമ്മളറിയില്ലാത്ത ഒരാൾ നമ്മളെ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിനെ പ്രതികരിക്കുമോ? ഇല്ല. അപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ്. അതായത് അത് പ്രതികരണശേഷി നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആൾക്കാർ പ്രതികരിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ്. പിന്നെ ടെലിഫോൺ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും ഇതിൻ്റെ ദോഷമാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ചിലവ് കുറവാണ്, കുറച്ച് സമയം മതി. അതുപോലെ തന്നെ ഉത്തരദാതാവിനെ അധികം സ്വാധീനിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഫോണിലൂടെ നേരിട്ട് ചോദിക്കുന്നത് കൊണ്ട് അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമായിട്ട് പറയാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്തതാണ് ഇൻ്റർനെറ്റ് ഓർ ഇമെയിൽ. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയൊരു മെത്തേഡാണ് ഇൻ്റർനെറ്റിലൂടെയും ഇമെയിലിലൂടെയും അവരുടെ ഓരോ വ്യക്തികളുടെയും ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുകയും ചോദ്യാവലിയിൽ ചോദ്യങ്ങൾ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർനെറ്റ് ഓർ ഇമെയിൽ എന്ന് പറയുന്നത്. ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഗുണങ്ങളെന്ന് പറയുന്നത് സമയം വളരെ കുറച്ച് മതി, അതുപോലെ തന്നെ ചിലവ് വളരെ കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും നെറ്റ് ഉപയോഗിക്കാൻ അറിയില്ലാത്തവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിലെ നെറ്റ് കണക്ഷൻ കുറവായിരിക്കും, അതും ഇതിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഇത്രയും മെത്തേഡ്സാണ്, 4 മെത്തേഡുകളാണ് സാധാരണഗതിയിൽ പ്രാഥമിക ദത്തം ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പൈലറ്റ് സർവേ. എന്താണ് പൈലറ്റ് സർവേ? യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ. അപ്പോൾ വലിയൊരു സർവേ നടത്തുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്ന ഒരു ചെറു സർവേ, അതായത് നമ്മൾ തയ്യാറാക്കിയ ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ നമ്മൾ നടത്തുന്ന സർവേക്ക് ആപ്റ്റാണോ അതൊന്ന് ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എത്രമാത്രം സമയം വേണ്ടിവരും, വലിയ സർവേക്ക് എത്ര സമയം വേണ്ടിവരും, എത്ര എന്യൂമറേറ്റേഴ്സിന് വേണ്ടിവരും എന്നുള്ളതൊക്കെ മുൻകൂട്ടി നോക്കാനായിട്ട് ഈ പൈലറ്റ് സർവേയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പൈലറ്റ് സർവേയുടെ ഗുണമായിട്ട് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന ഒരു ചെറിയ സർവേയാണ് പൈലറ്റ് സർവേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ പ്രാഥമിക ദത്തം നമ്മൾ പറഞ്ഞു ശേഖരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ സർവേകൾ എത്ര തരമുണ്ട്? 2 തരം സർവേ ആണുള്ളത്, സെൻസസ് സർവേയും സാമ്പിൾ സർവേയും. എന്താണ് സെൻസസ് സർവേ, എന്താണ് സാമ്പിൾ സർവേ? സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷണ വിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തി നടത്തുന്ന സർവേ, അതാണ് സെൻസസ് സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നു, അതായത് ഇന്ത്യയിലെ എത്ര ജനങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന സർവേയാണ് സെൻസസ് സർവേ. എല്ലാവരെയും ഉൾപ്പെടുത്തി നടത്തുന്ന സർവേ. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ ലാസ്റ്റ് സെൻസസ് നടന്നത് 2011 പിന്നീട് 2021 നടത്തേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് അത് നടത്തപ്പെട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് സർവേ നടന്നത്, സെൻസസ് സർവേ നടന്നത് 2011 എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുക. ഒബ്ജക്റ്റീവായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വേറൊരു സർവേ രീതിയാണ് സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പോപ്പുലേഷനിൽ കുറച്ച് ഇനങ്ങളെ മാത്രം, അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരിൽ 10 പേരെ ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ മാർക്ക് വെച്ചിട്ട് മൊത്തം ക്ലാസ്സിൻ്റെ മാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ അസ്യൂം ചെയ്യും. ആ രീതിയിൽ സർവേ നടത്തുന്ന സർവേയാണ് സാമ്പിൾ സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് പേരെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന സർവേ, അതാണ് സാമ്പിൾ സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ സാമ്പിൾ ഇനി അടുത്തതായിട്ടാണ്. അപ്പോൾ സർവേ 2 തരം, സെൻസസും സാമ്പിൾ സർവേ. ഇനി സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? 2 രീതിയാണുള്ളത്, റാൻഡം സാമ്പിളിംഗ് രീതിയും നോൺ റാൻഡം സാമ്പിളിംഗ് രീതിയും. റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും, പോപ്പുലേഷനിൽ എല്ലാവർക്കും സാമ്പിളാകാനുള്ള ചാൻസ് ഒരേപോലെയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികൾക്കും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഒരുപോലെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ചാൻസ് അല്ല, ചിലവരുടെ ഇഷ്ടം അനുസരിച്ച് ഒക്കെ അത് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ചാൻസ് ഉണ്ട്. അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് സെലക്ട് ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ ടേബിൾ മെത്തേഡും. ലോട്ടറി മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ 50 പേരാണെങ്കിൽ 50 പേരുടെ പേര് എഴുതുക അല്ലെങ്കിൽ നമ്പർ എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിട്ട് അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യുന്നു.
അപ്പോൾ ലോട്ടറി എടുക്കുന്ന പോലെ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതിയാണ് റാൻഡം നമ്പർ പട്ടിക, റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. അതായത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യുന്നു. ഈ രീതിയിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന രീതിയാണ് റാൻഡം നമ്പർ പട്ടിക രീതി അല്ലെങ്കിൽ റാൻഡം നമ്പർ ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നത്തേതാണ് നമ്മൾ പറഞ്ഞത് നോൺ റാൻഡം സാമ്പിളിങ്. നോൺ റാൻഡം സാമ്പിളിങ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് അന്വേഷകന് നോൺ റാൻഡം സാമ്പിളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സാമ്പിളാകാനുള്ള ചാൻസ് ഒരേപോലെ അല്ല. അത് അന്വേഷകന് തൻ്റെ ഇഷ്ടമനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുന്നതാണ്. അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ദത്തങ്ങളുടെ ഉറവിടങ്ങൾ, പ്രാഥമിക ദത്തങ്ങൾ, ദ്വിതീയ ദത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. വ്യക്തിഗതമായ അഭിമുഖം, അതുപോലെ തന്നെ തപാൽ മുഖേനയുള്ള ചോദ്യാവലി, ടെലിഫോണിലൂടെയുള്ള വിവരശേഖരണം, ഇൻ്റർനെറ്റ് ഓർ ഇമെയിൽ. പിന്നെ എന്താണ് പൈലറ്റ് സർവേ എന്ന് പറഞ്ഞു, എന്താണ് ചോദ്യാവലി എന്ന് പറഞ്ഞു. അതുപോലെ സർവേ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, സെൻസസ് സർവേയും സാമ്പിൾ സർവേയും. പിന്നെ സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. അതിൽ റാൻഡം സാമ്പിളിങ് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, ലോട്ടറി രീതിയും റാൻഡം നമ്പർ ടേബിൾ രീതിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. എസ്എ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് വായിച്ച് പഠിക്കാൻ തന്നെയുള്ളതാണ്. ഇതിനകത്ത് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ 2 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.